ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഫിഖ് ക്ലാസ് തുടരുന്നു. നാം ഇതുവരെ സംസാരിച്ചിരുന്നത് കുളി നിർബന്ധമാക്കുന്ന കുളിയുടെ കാരണങ്ങളെക്കുറിച്ചായിരുന്നു. അതിൻ്റെ ശേഷം ഇനി നമുക്ക് കുളിയെ സംബന്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. ആദ്യമായി കുളിയുടെ ഫർളുകളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാം. കുളിയുടെ ഫർളുകൾ രണ്ടെണ്ണമാണ്. അതിൽ നിന്ന് ഒന്നാമത്തേത് നിയ്യത്താണ്. രണ്ടാമത്തേത് ദേഹമാസകലം വെള്ളം ചേർക്കുക എന്നതും. നിയ്യത്തിന് ഒരു 8 രൂപങ്ങൾ ഇപ്പോൾ നാം പറയുന്നു. ഈ 8 രൂപങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിയ്യത്ത് ചെയ്യണം. പക്ഷെ നിയ്യത്ത് ചെയ്യുമ്പോൾ കുളിയുടെ ആദ്യത്തിനോട് ആ നിയ്യത്ത് യോജിച്ച് വരണം. അത് നിർബന്ധമാണ്. ആ നിയ്യത്തുകളിൽ നിന്ന് ഒന്ന്, നവൈത്തു റഫൽ ജനാബത്തിനെ ഉയർത്തുന്നു എന്ന് ഞാൻ കരുതി. 2, ഹൈദിനെ ഉയർത്തുന്നു എന്ന് ഞാൻ കരുതി. 3, നിഫാസിനെ ഉയർത്തുന്നു എന്ന് ഞാൻ കരുതി. 4, അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് ഞാൻ കരുതി. 5, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുന്നു എന്ന് ഞാൻ കരുതി. 6, കുളിയെ വീട്ടുന്നു എന്ന് ഞാൻ കരുതി. 7, കുളിയുടെ ഫർദിനെ വീട്ടുന്നു എന്ന് ഞാൻ കരുതി. 8, ജനാബത്തിന് വേണ്ടി കുളിക്കുന്നു എന്ന് ഞാൻ കരുതി. ഇങ്ങനെ 8 നിയ്യത്താണ്. ഇതിൽ നിന്ന് ആദ്യം പറഞ്ഞ 5 ദായിമുൽ ഹദസ്, നിത്യ അശുദ്ധിക്കാരൻ ചെയ്യരുത്. അവന് ആ നിയ്യത്ത് മതിയാവുകയില്ല. ആദ്യം പറഞ്ഞ 5 എന്ന് പറഞ്ഞാൽ ജനാബത്തിനെ ഉയർത്തുന്നു, ഹൈദിനെ ഉയർത്തുന്നു, നിഫാസിനെ ഉയർത്തുന്നു, അശുദ്ധിയെ ഉയർത്തുന്നു, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകുന്നു എന്നീ നിയ്യത്തുകൾ. കാരണം അവൻ്റെ അശുദ്ധി നിലനിൽക്കുന്നത് കൊണ്ട് അവന് അത് മതിയാവുകയില്ല. അതേസമയം കുളിയെ വീട്ടുന്നു എന്നോ, അല്ലെങ്കിൽ കുളിയുടെ ഫർദിനെ വീട്ടുന്നു എന്നോ, ജനാബത്തിന് വേണ്ടി കുളിക്കുന്നു എന്നോ, ഇങ്ങനെയുള്ള നിയ്യത്തുകളൊക്കെ ആകാം. ഇനി രണ്ടാമത്തെ ഫർദ്, ഒന്നാമത്തെ ഫർദ് നിയ്യത്ത്, രണ്ടാമത്തെ ഫർദ് തഅമീമുൽ ബദനി ബിൽമായി, വെള്ളം ശരീരത്തിൽ എല്ലായിടത്തും എത്തിക്കുക എന്നതാണ്. അപ്പോൾ ശരീരത്തിലുള്ള മുടി ഉള്ളും പുറവും കഴുകൽ നിർബന്ധമാണ്. അത് തിങ്ങിയതായാലും നേരിയതായാലും കഴുകൽ നിർബന്ധമാണ്, ഉള്ളും പുറവും. എന്നാൽ സ്വയം പിണഞ്ഞ മുടി ഇവിടെ ഉള്ളു കഴുകൽ നിർബന്ധമില്ല. ഈ മുടിക്കെട്ടുകൾ, അതുപോലെ മെടഞ്ഞിട്ട മുടികൾ, ഇവയിലേക്ക് വെള്ളം ചേരണമെങ്കിൽ അഴിക്കൽ ആവശ്യമാണെങ്കിൽ അഴിക്കൽ നിർബന്ധമാണ്. അതുപോലെ തൊലിയുടെ പുറം കഴുകൽ നിർബന്ധമാണ്. നഖങ്ങളുടെ അടിഭാഗം, അതുപോലെ മാർക്കം ചെയ്യാത്ത മനുഷ്യൻ്റെ ലിംഗാഗ്ര ചർമ്മത്തിൻ്റെ അടിഭാഗം, ഇവയെല്ലാം കഴുകൽ നിർബന്ധമാണ്. അതുപോലെ ചെവിക്കുണ്ടിൽ നിന്ന് വെളിവാകുന്ന സ്ഥലം, വിണ്ട് കീറിയ സ്ഥലങ്ങളിൽ നിന്ന് വെളിവാകുന്ന സ്ഥലം, ഒരു മുടി ഒരു സ്ഥലത്ത് നിന്ന് പറിഞ്ഞു പോയാൽ കഴുകുന്നതിന് മുമ്പ്, ആ മുടിയെ കഴുകുന്നതിന് മുമ്പ് മുടി പറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ പറിഞ്ഞു പോയ സ്ഥലത്തിൽ നിന്ന് വെളിവാകുന്ന സ്ഥലം, ഇതെല്ലാം കഴുകൽ നിർബന്ധമാണ്. അതുപോലെ സ്ത്രീകൾ പൊന്തിച്ചിരിക്കുമ്പോൾ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന് വെളിവാകുന്ന സ്ഥലം കഴുകൽ നിർബന്ധമാണ്. പൊട്ടിയ മസൂരി, ആ മസൂരിയുടെ ഉള്ളു കഴുകൽ നിർബന്ധമാണ്. എന്നാൽ വെള്ളം എല്ലാ സ്ഥലത്തും എത്തി എന്ന് ഉറപ്പുവരൽ നിർബന്ധമില്ല. എങ്കിലും എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ മതിയാകുന്നതാണ്. വുളുവിലും അത്ര തന്നെ നിർബന്ധമുള്ളൂ. വുളുവിലും അംഗത്തിലെല്ലാം വെള്ളം എത്തി എന്ന് ഉറപ്പുവരൽ നിർബന്ധമില്ല. എങ്കിലും എല്ലാ സ്ഥലത്തും എത്തി എന്നുള്ള ധാരണ
മതിയാവുന്നതാണ്. ഇനി അർത്ഥം ശ്രദ്ധിക്കുക. ഫുറൂദുൽ ഗുസ്ലി, കുളിയുടെ ഫർദുകൾ. ഫുറൂദുഹു ഇസ്നാനി, കുളിയുടെ ഫർദുകൾ രണ്ടാകുന്നു. അൽ അവ്വലു, ഒന്നാമത്തത് അന്നിയത്തു, നിയ്യത്ത് ചെയ്യലാണ്. തെക്ഫി ഫിഹ, ഈ നിയ്യത്തിൽ മതിയാകും. യഹ്ദൻ നിയ്യാത്തിൽ ആത്തിയ, താഴെ പറയുന്ന നിയ്യത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന്. മക്റൂനത്തം ബി അവ്വലുൽ ഗുസ്ലി, കുളിയുടെ ആദ്യത്തിനോട് യോജിച്ച നിലയിൽ. ഒന്ന്, നവൈത്തു റഫൽ ജനാബത്ത്, ജനാബത്തിനെ ഉയർത്തുന്നു എന്ന് ഞാൻ കരുതി. രണ്ട്, നവൈത്തു റഫൽ ഹൈദി, ഹൈദിനെ ഉയർത്തുന്നു എന്ന് ഞാൻ കരുതി. മൂന്ന്, നവൈത്തു റഫൻ നിഫാസി, നിഫാസിനെ ഉയർത്തുന്നു എന്ന് ഞാൻ കരുതി. നാല്, നവൈത്തു റഫൽ ഹദസി, അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് ഞാൻ കരുതി. അഞ്ച്, നവൈത്തു തഹാറത്ത് അനിൽ ഹദസി, അശുദ്ധിയത്തോട് ശുദ്ധിയാവുന്നു എന്ന് ഞാൻ കരുതി. ആറ്, നവൈത്തു അദാ അൽ ഗുസ്ലി, കുളിയെ വീട്ടുന്നു എന്ന് ഞാൻ കരുതി. ഏഴ്, നവൈത്തു അദാ ഫർദുൽ ഗുസ്ലി, കുളിയുടെ ഫർദിനെ വീട്ടുന്നു എന്ന് ഞാൻ കരുതി. എട്ട്, നവൈത്തുൽ ഗുസ്ലിൽ ജനാബത്ത്, ജനാബത്തിന് വേണ്ടി കുളിക്കുന്നു എന്ന് ഞാൻ കരുതി. വൽ ഖംസത്തുൽ ഉവലു, ആദ്യം പറഞ്ഞ അഞ്ചെണ്ണം. ലാ തക്ഫി, അത് മതിയാവുകയില്ല. ഫി നിയ്യത്തി ദായിമിൽ ഹദസി, നിത്യശുദ്ധിക്കാരൻ്റെ നിയ്യത്തിൽ മതിയാവുകയില്ല. അസാനി, രണ്ടാമത്തെ ഫർദ് തഅമീമുൽ ബദനി, ശരീരത്തെ ആമാക്കലാണ്. ബിൽമായി, വെള്ളം കൊണ്ട് ശരീരമാസകലം കഴുകലാണ് രണ്ടാമത്തെ ഫർദ്. യജിബു, നിർബന്ധമാകും. വസ്ലു ഷായിരിൻ, മുടിയെ കഴുകൽ. ഓയിരി മുൻ അക്കിദിൻ ബിനഫ്സി, സ്വയം കെട്ടുപിണയാത്ത. ലാഹിറൻ വ ബാത്തിനൻ, അതിൻ്റെ ഉള്ളും പുറവും കഴുകൽ നിർബന്ധമാണ്. ഓയിൻ കസുബ, അത് തിങ്ങിയാലും ശരി. അതുപോലെ വ ബഷരിൻ, തൊലിയെ കഴുകലും നിർബന്ധമാണ്. ലാഹിറൻ, അതിൻ്റെ പുറം. ഹത്തൽ അതുഫാരി, നഖങ്ങൾ വരെ. ഒമാത്തഹത്ത, നഖങ്ങളുടെ താഴെയുള്ള സ്ഥലം വരെ. ഒമാത്തഹത്ത കുൽഫത്തിൽ അഖ്ലഫി, മാർക്കം ചെയ്യാത്ത മനുഷ്യൻ്റെ കുൽഫയുടെ താഴെയുള്ള സ്ഥലം വരെ. കുൽഫ എന്ന് പറഞ്ഞാൽ പുരുഷ ലിംഗാഗ്ര ചർമ്മം, ആ ചർമ്മത്തിൻ്റെ താഴെയുള്ള സ്ഥലം. വമാ ലഹറ മിൻ സിമാഹിൻ, ചെവിക്കുണ്ടിൽ നിന്ന് വെളിവാകുന്ന സ്ഥലവും കൈകൾ നിർബന്ധമാണ്. അതുപോലെ ഷുക്കൂക്കിൻ, കീറുകളിൽ നിന്നും. അതുപോലെ മമ്പിത്തി ഷൈറത്തിൻ, ഒരു മുടി മുളച്ച സ്ഥലത്തിൽ നിന്ന് വെളിവാകുന്ന സ്ഥലവും. എങ്ങനത്തെ മുടി? സാലത്ത്, നീങ്ങിപ്പോയി. കബില വസുലിഹ, മുടിയെ കഴുകുന്നതിന് മുമ്പ്. അതുപോലെ ഫർജി ഇംറഅത്തിൻ, ഒരു സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് വെളിവാകുന്ന സ്ഥലവും കഴുകൽ നിർബന്ധമാണ്. ഇന്ദ ജുലൂസിഹ, അവൾ ഇരിക്കുന്ന സമയത്ത്. അല ഖദമീഹ, അവളുടെ രണ്ട് ചെരുപ്പടിക്കാലിൻ്റെ മേൽ. അതുപോലെ ബാത്തിനി ജുദരിയിൻ, മസൂരിയുടെ ഉള്ള് കഴുകലും നിർബന്ധമാണ്. മുൻപത്തിയിൻ, പൊട്ടിയ, തുറന്ന. വലായിജിബു, നിർബന്ധമില്ല. തയക്കുനു തഅമീമി ഫിൽ ഗുസ്ലി, കുളിയിൽ തഅമീം, അതായത് വെള്ളം എല്ലാ സ്ഥലത്തും എത്തി എന്നുള്ള ഉറപ്പ് നിർബന്ധമില്ല. ബല്ലെങ്കിലും യക്ഫി, മതിയാകും. അൽദന്നു ബിഹി, എല്ലാ സ്ഥലത്തും എത്തി എന്നതുകൊണ്ടുള്ള ഒരു ധാരണ മതിയാകും. കൽ വുദൂഇ, വുദൂ പോലെ തന്നെ.